എളുപ്പത്തിലൊരു ബീഫ് മന്തി ഉണ്ടാക്കിയാലോ. ഇതിനായി ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും മല്ലിയില, പുതിനയില, സ്പൈസസും 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചതച്ചതും, 1 ടേബിൾ സ്പൂൺ അറബിക് മസാല, 2 പീസ് മാഗി ക്യൂബും, 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആദ്യം മാഗി ക്യൂബ് ചേർത്തതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കഴുകി വെച്ച ബീഫ് ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് എത്ര വിസിലാണ് വേണ്ടത് അതിനനുസരിച്ച് വേവിച്ചെടുക്കാം. എനിക്കിവിടെ ഒരു 15 വിസിലോളം ആയിട്ടുണ്ട്. നന്നായി വെന്ത് വന്നാൽ മാത്രമേ നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് വേവിച്ചെടുക്കാം. വേവിച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം ഓവറായി വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മസാല നിൽക്കുന്ന രീതിയിൽ വറ്റിച്ചെടുക്കാം. ഇനി റൈസ് ഉണ്ടാക്കിയെടുക്കാം. 2 കപ്പ് അരിക്ക് 3 കപ്പ് എന്ന വെള്ളം എന്ന കണക്കിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കുതിർത്ത് വെച്ച് ബസ്മതി റൈസാണ് എടുക്കേണ്ടത്. ഇനി നേരത്തെ വേവിച്ച ബീഫിൻ്റെ മസാല മാറ്റി വെക്കാം. ചോറ് ദമ്മിട്ടെടുക്കാം. ഓരോ ലെയറും റിപ്പീറ്റ് ചെയ്തെടുക്കാം. മസാലയിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കലക്കിയ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുകളിലത്തെ ലെയറും ഇങ്ങനെ തന്നെ ചെയ്തതിന് ശേഷം ബീഫിൻ്റെ പീസസ് ഇട്ട് പച്ചമുളകും ആഡ് ചെയ്ത് പുകയിച്ച് ദം ചെയ്തെടുത്താൽ അടിപൊളി ബീഫ് മന്തി റെഡിയായി.